യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8. യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനമെല്ലാം തൻ്റെ അടുത്ത് വന്നുകൂടി. യേശു ഇരുന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ വേദശാസ്ത്രികളും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവളെ ദേവാലയാങ്കണത്തിൻ്റെ നടുവിൽ നിർത്തിക്കൊണ്ട് യേശുവിനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ മോശ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ഇത്തരം സ്ത്രീകളെ കല്ലെറിയണം എന്നാണ്. അങ്ങ് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. യേശുവിനെ കുറ്റം ചുമത്താൻ ഒരു കാരണം കിട്ടേണ്ടതിന് തന്നെ പരീക്ഷിക്കാനാണ് അവർ അങ്ങനെ ചോദിച്ചത്. എന്നാൽ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ യേശുവിനോട് ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം നിവർന്ന് അവരോട്, നിങ്ങളിൽ പാപരഹിതനായ വ്യക്തി ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. യേശു വീണ്ടും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ഇത് കേട്ടപ്പോൾ യേശുവും മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയും തനിച്ചാകുന്നതുവരെ പ്രായമായവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോകുക, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കില്ല, അവന് ജീവൻ്റെ വെളിച്ചം ഉണ്ടായിരിക്കും. അതിന് പരീശന്മാർ യേശുവിനോട്, താങ്കൾ സ്വയം സാക്ഷ്യം പറയുന്നു, അത് സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. എന്തെന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഇനി ഞാൻ വിധിക്കുകയാണെങ്കിലോ എൻ്റെ വിധി സത്യമാണ്. എന്തെന്നാൽ ഞാൻ ഏകനായിട്ടല്ല, ഞാനും എന്നെ അയച്ച പിതാവും ചേർന്നാണ് വിധിക്കുന്നത്. രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ അവർ യേശുവിനോട്, താങ്കളുടെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വാക്കുകൾ പറഞ്ഞു. എന്നാൽ തൻ്റെ സമയം അതുവരെ വന്നിട്ടില്ലാത്തതിനാൽ യേശുവിനെ ആരും പിടികൂടിയില്ല. യേശു വീണ്ടും അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം എങ്ങാനും സ്വയം കൊല്ലുമോ എന്ന് യഹൂദന്മാർ ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാനോ ഉയരത്തിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാനോ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. എന്തെന്നാൽ ഞാനാകുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനോട്, താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. അതിന് യേശു, ആരംഭം മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് വളരെ കാര്യങ്ങൾ സംസാരിക്കാനും വിധിക്കാനും ഉണ്ട്. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാണ്. തന്നോട് കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ലോകത്തെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞു. പിതാവിനെക്കുറിച്ചാണ് യേശു സംസാരിച്ചത് എന്ന് അവർ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാനാകുന്നുവെന്നും ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ഞാൻ പ്രസ്താവിക്കുന്ന ഈ കാര്യങ്ങൾ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതാണെന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. തനിക്കിഷ്ടമുള്ളത് ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നതിനാൽ അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ യേശു പ്രസ്താവിച്ചപ്പോൾ പലരും തന്നിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യരായിരിക്കും. അങ്ങനെ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ അവർ യേശുവിനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ അനന്തര തലമുറകൾ. ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ നിങ്ങൾ സ്വതന്ത്രർ ആകുമെന്ന് താങ്കൾ പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു.
അതിന് യേശു മറുപടി പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്ന ഏതൊരാളും പാപത്തിൻ്റെ അടിമയാണ്. അടിമ എപ്പോഴും വീട്ടിൽ വസിക്കുന്നില്ല, മകനോ എന്നേക്കും വസിക്കുന്നു. ആകയാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ നിശ്ചയമായും സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിൻ്റെ അനന്തര തലമുറകളാണ് എന്നെനിക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നു. കാരണം എൻ്റെ വചനത്തിന് നിങ്ങളിൽ സ്ഥാനമില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പിതാവിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നു. അവർ യേശുവിനോട്, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞു. അതിന് യേശു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ അബ്രഹാം ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് സത്യം സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലാനാണ് നോക്കുന്നത്. അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനോട്, ഞങ്ങൾ അവിഹിതത്തിൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേയുള്ളൂ, അത് ദൈവമാണ് എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ സ്വമേധയാ വന്നതല്ല, ദൈവം എന്നെ അയച്ചതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കാത്തത്? എൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ പിശാച് എന്ന നിങ്ങളുടെ പിതാവിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങളെ ചെയ്യാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആരംഭം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലാത്തതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല. അവനൊരു വ്യാജം പറയുമ്പോൾ സ്വന്തം പ്രകൃതത്തിൽ നിന്നും എടുത്തു പറയുന്നു. അവൻ നുണയനും നുണകളുടെ പിതാവുമാണ്. ഞാനോ സത്യം സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്കാണ് എന്നെ എന്തെങ്കിലും പാപം സംബന്ധമായി ന്യായം വിധിക്കാൻ കഴിയുന്നത്? ഞാൻ സത്യം പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല എന്ന കാരണത്താൽ നിങ്ങൾ അവ കേൾക്കുന്നില്ല. യഹൂദന്മാർ യേശുവിനോട്, താങ്കൾ ഒരു ശമര്യൻ എന്നും ഒരു ഭൂതമുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ഒരിക്കലും മരണം കാണില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ട് യഹൂദന്മാർ യേശുവിനോട്, താങ്കൾക്ക് ഭൂതമുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു. എന്നാൽ താങ്കളോ എൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കില്ല എന്ന് പറയുന്നു. ശരിക്കും ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ താങ്കൾ വലിയവനാണോ? അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. താങ്കൾ സ്വയം ആരാണെന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചു. അതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നതോ ഞങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ്. പിതാവിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാനോ അറിയുന്നു. ഞാൻ പിതാവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ കള്ളം പറയുന്നവനാകും. എന്നാൽ ഞാൻ പിതാവിനെ അറിയുകയും അവിടുത്തെ വചനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നതുകൊണ്ട് ആനന്ദിച്ചു. അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ യേശുവിനോട്, താങ്കൾക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, എന്നിട്ടും താങ്കൾ അബ്രഹാമിനെ കണ്ടിട്ടുണ്ട് എന്നോ എന്ന് ചോദിച്ചു. യേശു അവരോട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനെ എറിയുന്നതിന് കണ്ടെടുത്തു. യേശുവോ സ്വയം മറിഞ്ഞ് ദേവാലയം വിട്ട് പുറത്തുപോയി.